കൊല്ലത്ത് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇരവിപുരം എംഎൽഎ ആയ എം നൌഷാദിനെ കാണാനെത്തിയ സ്ത്രീകളെ എംഎൽഎയുടെ അനുയായികൾ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം മുണ്ടക്കൽ തീരദേശവാസികളായ സ്ത്രീകൾ പോലീസിൽ പരാതി നൽകി. കടൽക്ഷോഭത്തിൽ വീട് തകരുകയും പ്രതിഷേധവുമായി തീരവാസികൾ തെരുവിലിറങ്ങി ഒരു ദിവസം മുഴുവൻ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടും സ്ഥലം എംഎൽഎ ആയ എം നൌഷാദ് ഇവരെ കാണാൻ എത്തിയിരുന്നില്ല. വൈകിട്ട് ചർച്ചയ്ക്കായി സബ് കളക്ടർ എത്തിയപ്പോഴും ഇതുവരെയും എംഎൽഎ സ്ഥലത്ത് എത്താത്തതെന്തെന്നും ഇവർ ചോദിച്ചു. ഇവിടുത്തെ മുകേഷ് എംഎൽഎ പോലും എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം. അപ്പോൾ അദ്ദേഹം മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിലോട്ട് ചർച്ചകൾ പോയി. ഏറ്റവും ലാസ്റ്റ് ഘട്ടമായപ്പോഴത്തേക്ക് അദ്ദേഹം മറുപടി തരാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിന് അയാൾ ചോദിക്കുന്നത് ഇവിടുത്തെ പെൻഷൻ തന്നെ ഇവിടെ കിടക്കുന്നത് അതുകൊണ്ടിട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി സ്ത്രീകൾ മാത്രമാണ് മുന്നോട്ട് പോയത്. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഒരു ഓട്ടോയിൽ 6 സ്ത്രീകളാണ് വന്നിറങ്ങിയത്. ഈ സ്ത്രീകൾ ഇത്രയും അടുത്ത് നിന്ന് എംഎൽഎയോട് സംസാരിച്ചപ്പോഴത്തേക്കിന് അത്രയും ചേട്ടന്മാർ വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. തുടർന്ന് സന്ധ്യയോടെയാണ് ഇവരുടെ പ്രതിനിധികളായി 6 സ്ത്രീകൾ എംഎൽഎയെ കാണാൻ എത്തിയത്. എംഎൽഎയെ കണ്ട് കാര്യം ബോധിപ്പിക്കുന്നതിനിടെ എംഎൽഎയുടെ ഒപ്പമുണ്ടായിരുന്ന അനുയായികൾ സ്ത്രീകളെ മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതോടെ ചെറിയ തോതിൽ സ്ത്രീകളുമായി വാക്കുതർക്കമുണ്ടാവുകയും എംഎൽഎ നൌഷാദ് കാറിൽ കയറി പോവുകയും ചെയ്തു. എംഎൽഎ മുകേഷും എന്തുകൊണ്ട് വരുന്നില്ല? അദ്ദേഹം വന്നാൽ അദ്ദേഹം പറഞ്ഞു മുണ്ടക്കൽ ഏരിയ അദ്ദേഹത്തിന് അറിയത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ എംഎൽഎ വന്നിരുന്നു. അപ്പോൾ ഞാനത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് വരാമെന്ന് പോലൊരു വാക്ക് പറയാതെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞങ്ങളെ തള്ളി മാറ്റുകയും ഞങ്ങളെ എടി പൊടിയെന്ന് വിളിച്ചാണ് ഞങ്ങളോട് അവന്മാർ സംസാരിച്ചത്. തങ്ങളെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയ ശേഷമാണ് 6 സ്ത്രീകളും പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.